ടെസ്റ്റ് പരമ്പരയിലെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെട്ട ടീം ഇന്ത്യ രണ്ടാം പോരിനായിട്ടുള്ള ഒരുക്കത്തിലാണ്. ഒന്നാം ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ഇന്നിംഗ്സിൽ 430 റൺസ് എടുത്ത് 600-നടുത്ത് സ്കോർ ലക്ഷ്യമിട്ടിരുന്ന ഇന്ത്യ 471-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ അവസാന 7 വിക്കറ്റുകൾക്ക് 77 റൺസ് മാത്രം നേടി 364-ന് ഓൾ ഔട്ടായി. 371 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് അനായാസം ആ ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിന് കാരണം ഇന്ത്യയുടെ മോശം ഫീൽഡിംഗും ബൗളിംഗ് നിരയുടെ പാളിച്ചകളുമായിരുന്നു. മുഹമ്മദ് സിറാജ്, ഷർദുൽ താക്കൂർ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ പ്രതീക്ഷയ്ക്കൊത്ത് തിളങ്ങാഞ്ഞത് ഇന്ത്യക്ക് തിരിച്ചടിയായി. രണ്ടാം ഇന്നിംഗ്സിൽ സിറാജ് മികച്ച രീതിയിൽ പന്തെറിഞ്ഞു, പക്ഷേ വിക്കറ്റുകൾ നേടാനായില്ല. ഇന്ത്യയുടെ താരങ്ങൾ ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയതാണ് ഇതിന് കാരണം. അവസാന ദിവസത്തെ കളിയിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുഹമ്മദ് സിറാജിനെ പ്രചോദിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. വീഡിയോയിൽ ബിസ്മില്ലാഹ് എന്ന് ഗില്ല് പറയുന്നത് കേൾക്കാം. ഈ വീഡിയോയാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ വെറും 2 വിക്കറ്റുകൾ നേടാൻ മാത്രമാണ് സിറാജിന് സാധിച്ചത്. അതും ഒന്നാം ഇന്നിംഗ്സിലായിരുന്നു ഈ 2 വിക്കറ്റുകളും നേടിയത്. രണ്ടാം ഇന്നിംഗ്സിൽ വിക്കറ്റ് അനിവാര്യമായ സാഹചര്യത്തിലാണ് സിറാജിന് അതിന് സാധിക്കാതെ വന്നത്. സിറാജ് എറിഞ്ഞ ചില പന്തുകൾ ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർ ഇന്ത്യൻ താരങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചെങ്കിലും ഭാഗ്യം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയ താരങ്ങൾ ഇതോടെ ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളിയായി മാറി. രണ്ടാം ടെസ്റ്റ് മത്സരത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ ഇപ്പോൾ. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലെ ആദ്യ 5 താരങ്ങൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമെന്ന വിശ്വാസം ആരാധകരിലുണ്ട്. രണ്ടാം ഇന്നിംഗ്സിൽ ബുംറ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഇത് ഇന്ത്യയുടെ ബൗളിംഗ് നിരയെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ മുഹമ്മദ് സിറാജ് ആയിരിക്കും പേസ് നിരയെ നിയന്ത്രിക്കുക. ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളിയായ ഫീൽഡിംഗ് തകർച്ചയും മറികടക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ബൗളിംഗ് പടയിൽ ബുംറ മാത്രമാണ് ഇംഗ്ലണ്ടിന്റെ ബാറ്റർമാർക്ക് വെല്ലുവിളിയായി മാറിയ താരം. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് നേട്ടം നേടി തിളങ്ങാനും ബുംറയ്ക്ക് സാധിച്ചു. ഇംഗ്ലണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയ്ക്ക് വിക്കറ്റുകൾ നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ റൺസ് വിട്ടുകൊടുക്കാതെ ഇരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു. ബുംറയെ പ്രശംസിച്ചും ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കായി കളിച്ച മറ്റ് ബൗളർമാരെ വിമർശിച്ചും മുഹമ്മദ് ഷമി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ ടീമിലെ മറ്റ് ബൗളർമാർ ജസ്പ്രീത് ബുംറയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യണമെന്നാണ് മുഹമ്മദ് ഷമി പറയുന്നത്. ടീമിലെ മറ്റ് ബൗളർമാർ ബുംറയെ പിന്തുണച്ചാൽ ഇന്ത്യക്ക് മത്സരം ജയിക്കാൻ കഴിയുമെന്നും പറഞ്ഞ അദ്ദേഹം പ്രസിദ്ധ് കൃഷ്ണയുടെയും ഷർദുൽ താക്കൂറിന്റെയും മികച്ച പ്രകടനത്തെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. രണ്ടാം ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ജൂലൈ 2-നാണ്. ടീം ഇന്ത്യ പ്ലേയിങ് 11-ൽ ചില മാറ്റങ്ങളുമായിട്ടാണ് രണ്ടാം പോരിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ ഇറങ്ങുന്നത്. വാലറ്റത്തായിരിക്കും പ്രധാന മാറ്റം വരിക. ഫീൽഡിംഗ് പിഴവ് ഒഴിവാക്കാൻ ടീം ഇന്ത്യ ഇപ്പോൾ തന്നെ പരിശീലനം കടുപ്പിച്ചിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.